അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും മറ്റു ഗോളങ്ങളും പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ കൊതിതീരാത്ത വിസ്മയങ്ങൾ ലോകം സംവിധാനിച്ച റബ്ബിൻ്റെ പ്രത്യേകതയാണത്. തേനീച്ചകൾ, അതുപോലെ തന്നെ പക്ഷികൾ, സാൽമൺ മത്സ്യങ്ങൾ എന്നിവ അത്ഭുത കാഴ്ചയായി ഇന്നും നിലനിൽക്കുകയാണ്. ഇടതൂർന്ന വനങ്ങളും കളകളാരവങ്ങൾ മുഴക്കുന്ന നദികളും അതിമനോഹരമായ വർണ്ണനിറത്തിലുള്ള പുഷ്പങ്ങളും പാറി നടക്കുന്ന പൂമ്പാറ്റകളും എല്ലാം റബ്ബിൻ്റെ കുദറത്തായി നിലകൊള്ളുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ എന്തിനാണിതെല്ലാം സൃഷ്ടിച്ചത്? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് നാം സംവിധാനിച്ചിട്ടുള്ളത്. സകല അത്ഭുതങ്ങളെയും അതിജയിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ ആഗമനം, ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർക്ക് അവരവരുടെ പ്രവാചകത്വം തെളിയിക്കുന്നതിന് പല അമാനുഷികതകളും അല്ലാഹു റബ്ബുൽ ഇസ്സ നൽകി. വിദ്യക്കാരെ മറികടന്നുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി നിരത്തിട്ടാൽ പാമ്പായി മാറിയിരുന്നില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീക്കുണ്ടാരം തണുപ്പാക്കിയത്, മഹാനായ ഈസാ നബിക്ക് മാറാവ്യാധി സുഖപ്പെടുത്താനുള്ള കഴിവ്, മരിച്ചവരെ ഹയാത്താക്കിയത്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം പാറയിൽ നിന്ന് ഒട്ടകം പുറപ്പെടുവിച്ചത്, നമ്മുടെ നബിയുടെ മുഅ്ജിസത്തായി ഖുർആനും ചന്ദ്രൻ പിളർത്തിയതും, മരങ്ങളും കല്ലുകളും മൃഗങ്ങളും ഹബീബായ നബിയോട് സലാം ചൊല്ലിയത്, ഇതെല്ലാം പ്രവാചകന്മാർക്കുള്ള മുഅ്ജിസത്തായി സമ്മേളിച്ചെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ പ്രവാചകന്മാരെ സത്യത്തിൻ്റെ വഴികാട്ടികളായി ലോകത്ത് നിയോഗിച്ചവരല്ലേ? ഹബീബായ നബി തങ്ങൾ നടക്കുന്ന സമയത്ത് മരങ്ങളും കല്ലുകളും സലാം ചൊല്ലിയില്ലേ? നബി തങ്ങൾ നടക്കുമ്പോൾ മരം കല്ലും സലാം ചൊല്ലി.